ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ട Q&A ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമേ പറയാണ്, ചാക്കോച്ചൻ ബെറ്റർ ആയിട്ടുണ്ട്. കാര്യം ഇന്ന് രാവിലെ ഒന്ന് തോമസ് ആൻ്റണി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയെങ്കിലും അവന് വീസിങ് കുറഞ്ഞു, പക്ഷെ കഫ് കുറച്ചുകൂടെ കുറയാനുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു 3rd ഡേ അവന് കഫ് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാമെന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഇന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങളില്ല. അപ്പം ഞാൻ അധികം കത്തി പറഞ്ഞിട്ട് നിങ്ങളെ കൊല്ലുന്നില്ല. നമ്മുടെ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ Q&Aയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂസറാണ് കേട്ടോ. നമ്മുടെ യൂസർ ചേച്ചിയല്ല, വേറൊരു യൂസറാണ്. ചേച്ചിക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചാൽ ആദ്യം ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഞാൻ കണ്ണടച്ച് പറയും അച്ഛനെയും അമ്മേനെയും തൃശ്ശൂർക്ക് കൊണ്ടുവരും. രണ്ടാമത്തെ കാര്യം ടൗൺ ചേട്ടന് ഈ പ്രീമിയം കാർസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കും. മൂന്നാമത്തെ കാര്യം അത് ഭയങ്കര പേഴ്സണൽ, അത് പറയാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി നമ്മുടെ വിഷു ബമ്പർ എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു ഞാൻ ഇന്നത് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ പോലും പറഞ്ഞില്ല, പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. ആ സമയത്തൊരു നമുക്കൊരു തർക്കം വേണ്ട. ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് എന്തോ അങ്ങനെ തോന്നി അടിക്കും എന്നുള്ളത്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണമല്ലോ, കയ്യിൽ പൈസ കിട്ടിയിട്ട് നമ്മൾ വട്ടം തിരിയാൻ പാടില്ല. അതുകൊണ്ടാണ്. അടുത്തത് എല്ലാ ക്രിസ്റ്റൈൻ, അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. ക്യാൻ യു ഡു വാട്ട്സ് ഇൻ മൈ ഫോൺ വ്ളോഗ്? അതൊരു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഫോൺ ഏത് വേണമെന്നുള്ളത്, ഈ വീഡിയോ എടുക്കുന്ന ഫോൺ വേണോ അതോ ശരിക്കുമുള്ള, അതായത് ഞാൻ എൻ്റെ ബാങ്ക് അതും ഇതും ഒക്കെ ഉള്ളത് വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും കേട്ടോ. അടുത്തത് ഫാമിലി കിച്ചൺ. ഇപ്പോഴത്തെ വെയിറ്റ്, പ്രഗ്നൻസി ടൈമിലുണ്ടായ വെയിറ്റ്, അത് ടു പേഴ്സണൽ, പറയില്ല. എനിക്ക് വെയിറ്റ് പറയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ ആലോചിച്ചാൽ പറയും എനിക്ക് 100 കിലോ ആയിരുന്നു ഞാൻ പറയട്ടോ. 100 കിലോ ഒന്നും ഇല്ല, അത്ര ഒന്നും ഇല്ല കേട്ടോ. ക്രിസ്റ്റൈൻ തന്നെ ഒന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് കണ്ടതിൽ ഏറ്റവും ഇഷ്ടമുള്ള മൂവി? എനിക്ക് ഒരുവിധപ്പെട്ട എന്താ പറയുക, ഒരു ഫാമിലി ബേസ്ഡ് മൂവി എനിക്കിഷ്ടമാണ്. എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ അബീൻ നാനും എന്നുണ്ട് തമിഴ് മൂവി പറഞ്ഞുണ്ട്, പ്രകാശ് രാജിൻ്റെയും തൃഷയുടെയൊക്കെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആംബർ, ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ ഇഷ്ടമുള്ള പ്ലേസ് ആൻഡ് ഡ്രൈവിംഗ് പഠിക്കാൻ ണമെന്ന് ആഗ്രഹമുണ്ടോ? ഇൻ്റർനാഷണൽ എനിക്കിപ്പം മെയിൻലി മനസ്സിലുള്ള മലേഷ്യക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ ഡ്രൈവിംഗ് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കോളേജ് കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മേനെ ഫോഴ്സ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് ഡ്രൈവിംഗ് പഠിക്കാൻ. എന്നൊക്കെ ഞാൻ ഉഴപ്പി വിട്ടു. ഇപ്പോൾ ഞാൻ അതിന് ഖേദിക്കുന്നുണ്ട് കേട്ടോ. അന്ന് പഠിച്ചിരുന്നെങ്കിൽ ലൈസൻസ് എങ്കിലും കയ്യിലിരുന്ന് ഇപ്പം ഓടിക്കായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അസ്ല റംഷ, അങ്ങനെ കണ്ട ചേച്ചിയുടെ മറക്കാൻ പറ്റാത്ത പേടിപ്പിക്കുന്ന ഒരു കുട്ടിക്കാല ഓർമ്മ, കഞ്ഞിക്കലം തലയിലിട്ടത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. നമ്മൾ പണ്ട് കാലത്തൊക്കെ പാത്രമൊക്കെ കഴുകിയിട്ട് കിണറ്റുകരയിൽ പോയി പാത്രം കഴുകുക, അല്ലെങ്കിൽ കഴുകിയ പാത്രങ്ങൾ കിണറ്റുകരയിൽ വെയിലത്ത് കമത്തിയിടുക എന്നൊരു പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ. വീട്ടിൽ പ്രസ് ഉണ്ടായിരുന്നു. ആ പ്രസ്സിൽ ചേച്ചിമാർ ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് പോയി കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കറക്റ്റ് കഞ്ഞിക്കല അവിടെ ചുമ്മാ അവിടെ ചിരിച്ചുകൊണ്ടിരുന്ന കഞ്ഞിക്കലാണ്. അതെടുത്ത് എൻ്റെ തലയിലിട്ടു, അത് ലോക്കായി. അവസാനം അവിടെ നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിന്ന്, അതായത് വീട്ടിലല്ല പ്രസ്സിൽ ജോലിക്ക് നിന്ന് ചേച്ചിയാണ് നാക്കായിട്ട് അതെടുത്തത്. ഞാൻ ഓർത്തു ഞാൻ അതോടെ മരിച്ചു പോയി എന്നൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ മണ്ണെണ്ണ കുടിക്കുക, സോപ്പ് കഴിക്കുക, അതിവിടെ വന്നപ്പോൾ ഡോൺ ചേട്ടൻ അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് മമ്മി പറയുന്നുണ്ട്. കഞ്ഞിക്കലം തലയിൽ കുടിക്കുന്നത് വല്ലാത്തൊരു ഇൻസിഡൻ്റ് ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ അഞ്ജന CY. ഹായ് ചേച്ചി, ഇനി നല്ലൊരു ജോബ് ഓഫർ വന്നാൽ ജോബിന് പോകുമോ? പിള്ളേരൊക്കെ ഒന്ന് സെറ്റിലായാൽ മേ ബി പോയേക്കാം. ഇനി ജീവിതത്തിൽ നേടാനുള്ള എയിം എന്തൊക്കെ? ഒരുപാട് ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്ക് ആകെയുള്ളൊരു എയിം എന്ന് പറയുന്നത് അച്ഛനെ അമ്മേനെയും. ഇപ്പം കുറേ പേര് ചോദിച്ചു എന്താ അച്ഛനെ അമ്മേനെയും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ ചെയ്ത്, അതാണ് ഞാൻ അവിടെ നിന്നാണ്ട് കൊറിയർ കൊണ്ടുവരുന്ന പോലെ. അവരെ ഞാൻ ഇനി മെൻ്റലി പ്രിപ്പയർഡ് ആക്കണം. അതൊരു ടാസ്ക്കാണ്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫണ്ട് എൻ്റെ കയ്യിൽ വരണം. അതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ലീലാമ്മ ആയിട്ടുള്ള Q&A എപ്പോഴാണ്? വെയിറ്റിംഗ് ആണ്. ലീലാമ്മ ആ ഒരു തക്കം നോക്കി എസ്കേപ്പായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ല. പറ്റിയാൽ ഞാൻ ഈ പറയുന്ന പോലെ ഓണത്തിന് വീട്ടിൽ പോകുമ്പം എൻ്റെ സിറ്റുവേഷൻ പോലെ ഞാൻ നോക്കാം കേട്ടോ. നെക്സ്റ്റ് വ്ളോഗിൽ വാട്ട്സ് ഇൻ മൈ ബാഗ്, കബോർഡ് ഓർഗനൈസേഷൻ, സാരി കളക്ഷൻസ്, തോഹുമുവിൻ്റെ ഫുഡ് റൊട്ടീൻ ചെയ്യണേ. നെഗറ്റീവ് ഒന്നും മൈൻഡ് ചെയ്യേണ്ട, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക.
അഞ്ജനയ്ക്ക് എൻ്റെ ബാഗ് കാണുന്നത് ഭയങ്കര. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്തുണ്ട് അഞ്ജന പറയുന്നൊരു കാര്യമാണ് വാട്സപ്പ് ഇൻ മൈ ബാഗ്, കബോർഡ് ഓർഗനൈസേഷൻ. വാട്സപ്പ് ഇൻ മൈ ബാഗ് തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. അഞ്ജന കുറച്ച് കാര്യങ്ങൾ എപ്പോഴും എനിക്ക് ഐഡിയ തരാറുണ്ടെങ്കിലും എനിക്കത് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ 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 പറയാട്ടോ. റിൻ ജോജി, ഡിവൈൻ്റെ കയ്യിലുള്ള കുർത്തീസ് കാണിക്കാമോ? എല്ലാം അടിപൊളിയാണ്. ഒരു ഡ്രസ് ഹോള് കാണിക്കാം എന്ന് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ് കളക്ഷൻസ് വീഡിയോ കാണിക്കണമെന്ന് എനിക്കിപ്പം തോന്നി തുടങ്ങി. കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മക്കൾക്ക് സുഖമാണോ? അത് വേറെ ആളാണ് കേട്ടോ. റഹാൻ. ശരിക്കും ഈ ചില പേരുകൾ വായിക്കാൻ പറ്റില്ല കേട്ടോ. മക്കൾക്ക് സുഖമാണോ? സുഖമായിട്ടിരിക്കണോ. അടുത്ത യൂസറാണ് കേട്ടോ. സിബ്ലിങ്സ് ഇല്ലാത്തതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ചെറുപ്പത്തിലും വളർന്നപ്പോഴുമുള്ള ഫീലിങ്സ് എങ്ങനെയായിരുന്നു ഇപ്പോഴും? എനിക്ക് ഭയങ്കര ലോൺലിനെസ് ചില സമയങ്ങളിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ കസിൻസൊക്കെ ഉണ്ടായതുകൊണ്ട് അത്രയും അറിഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു കൂടപ്പുറപ്പ് കൂടെ വേണം, നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വീട്ടുകാരോട് പറയാൻ പറ്റി എന്നൊന്നും വരില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ പണ്ടേ പറയായിരുന്നു, എനിക്കൊരു പക്വത വന്ന് കല്യാണം ഇതൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ഓരോരുത്തരും ഓരോന്ന് ചോദിക്കുമല്ലേ ഭാവി സങ്കല്പങ്ങൾ. അപ്പോൾ കല്യാണം കഴിച്ചു, 2 കുട്ടികൾ വേണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയായിരുന്നു കേട്ടോ. എന്നെ പോലെ ഒറ്റപ്പൂരണാക്കാൻ ഞാൻ വിടില്ല എന്ന് പറയുമായിരുന്നു. അതുപോലെ ദൈവം സഹായിച്ചു. ഗ്രീഷ്മ, കബോർഡ് ഓർഗനൈസേഷൻ ഒന്ന് ചെയ്യുമോ ചേച്ചി? ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. മാളവിക, ഡിവൈൻ ബോൾഡ് ആണെന്ന് എല്ലാവരും പറയുന്നതിൻ്റെ കാരണം? ഡിംപിളിൻ്റെയും മറ്റുള്ളവരുടെയും സംസാരത്തിൽ നിന്നും ഡിവൈൻ എന്തൊരു സ്പെഷ്യൽ ഉണ്ടെന്ന് തോന്നി, എന്താണെന്ന് ഒരു എക്സാമ്പിൾ സഹിതം പറയുമോ? എനിക്ക് തോന്നുന്നു പേടി കുറച്ച് കുറവാണ്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എല്ലാ കാര്യങ്ങളും പേടിയാണ്. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പലർക്കും പല ആറ്റിറ്റ്യൂഡാണല്ലേ. അവർ സഞ്ചരിച്ച സാഹചര്യം അങ്ങനെ, ഞാൻ സഞ്ചരിച്ച വഴി വേറെയാണ്. സോ എല്ലാവർക്കും ഓരോരോ ക്യാരക്ടറാണ്. ഞാൻ എൻ്റെ ക്യാരക്ടർ, എൻ്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ബോൾഡ് ആയതാണ് കേട്ടോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്നെ ചൊറിയാൻ വന്ന് ഞാൻ തിരിച്ച് നല്ലപോലെ മാന്തും. അത് നേരിട്ടാണെങ്കിലാണ് ശരിക്കും അറിയാൻ പറ്റുക. ഇപ്പം പിന്നെ അത്രയൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ 4 സ്വഭാവമൊന്നും പുറത്തെടുക്കാറില്ല. പണ്ട് ഞാൻ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ആ PCOD സമയത്ത് ബോഡി ഷേമിങ് ഒക്കെ ചെയ്യുകയായിരുന്നെങ്കിൽ ഞാൻ നല്ലത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലൊന്നും നമ്മൾ അത് വിഷമിക്കേണ്ടോ അല്ലെങ്കിൽ വിഷമിച്ച് മാറി നിൽക്കേണ്ട കാര്യമല്ല. നമുക്കത് നമ്മുടെ ഒരു അവസ്ഥയാണ്. സോ അതിനെ ചൂഷണം ചെയ്താൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യണം. ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് മഞ്ജു സ്റ്റാൻലി, ഡിവൈൻ കുർത്തീസ് ചെയ്യും. എനിക്ക് തോന്നുന്നു അതിൻ്റെ കളക്ഷൻ കാണിക്കാനായിരിക്കും. ഫൈൻ ഡിവൈൻ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അടുത്തത് നന്ദന വിശ്വൻ, പാരൻസിനെ തൃശ്ശൂർ എവിടെയെങ്കിലും ഒരു ചെറിയ വീട് വാങ്ങി താമസിപ്പിച്ചാൽ നല്ലതല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ഞാൻ ആലോചിക്കായില്ല. പക്ഷെ ഒരുപാട് പരിമിതികളുണ്ട്. നമ്മൾ പെട്ടെന്ന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അവരെ പിടിച്ചു വലിച്ച്, ഇപ്പം നമ്മൾ ഒരാൾ പറഞ്ഞൊരു ഇതാണ്, ഡിവൈന് അപ്പനെ അമ്മനെ ഇവിടെ കൊണ്ട്, അവർക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തിക്കൂടെ, അവർക്ക് കുട്ടികളെ നോക്കിക്കൂടെ എന്നൊക്കെ. നമ്മുടെ മക്കൾ പോകുന്നതിനനുസരിച്ച് അപ്പനും അമ്മയ്ക്കും ഒരിക്കലും വീടെടുത്ത് ഓരോ സ്ഥലത്ത് പോയി താമസിക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ച് അവരുടെ, ഞാൻ പറയില്ല, അമ്മയ്ക്കും അച്ഛനും അങ്ങനെ ഒരു വാടക വീട്ടിൽ കിടക്കണ്ടല്ലോ, സ്വന്തം വീട്ടിൽ കിടക്കാം. ഇന്നത്തെ കാലത്ത് വാടക വീട്ടിൽ ശവം പോലും വെക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ പറയുന്നല്ല കേട്ടോ, അവർ പറയുന്നതാണ്. അവർക്ക് അവരുടേതായ കുറേ കാഴ്ചപ്പാടുണ്ട്. എന്നിട്ട് ഇപ്പം അമ്മ പറയും, നിനക്ക് ചാക്കോച്ചിനെ ഒന്ന് ലെവലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം, ഞങ്ങൾ എൻ്റെ ഒരു ഫ്രീ അല്ലേ, ഇങ്ങനെ തന്നേരും. ഞാൻ പറഞ്ഞു അതൊന്നും നടക്കില്ല, എൻ്റെ കുട്ടീനെ ഞാൻ വളർത്തിക്കോളാം. ഇപ്പം അടുത്ത് വരുന്നത് നല്ലതാണ്, നല്ലതെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് പെട്ടെന്ന് പ്രാക്ടിക്കലാവുന്ന കാര്യങ്ങളല്ല. പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. അവനവൻ്റെ കാര്യം വരുമ്പോൾ, അല്ല തന്നോട് ഇപ്പോൾ വേറെ ആൾ പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞ ആൾ 10-20 പ്രാവശ്യം ആലോചിക്കും, ഞാനോ എങ്ങനെ എപ്പോൾ. അതായത് നമ്മൾ അടുത്തൊരാളെ അടിച്ചേൽപ്പിക്കുമ്പോൾ ആലോചിക്കുക, എനിക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം പറയാനായിട്ട് കേട്ടോ. അടുത്തത് അനീറ്റ തോമസ്, ഡോൺ ചേട്ടൻ്റെ കൂടെ ഒറ്റയ്ക്ക് ട്രിപ്പ് പോകാൻ ആഗ്രഹമുണ്ടോ? എവിടെ പോകണമെന്ന് ആഗ്രഹം? ഹണിമൂൺ പോയിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാണ്. എനിക്കങ്ങനെയൊന്നുമില്ല. എവിടെയെങ്കിലും ഈവൻ എറണാകുളം വരെ പോയാലും ഞാൻ ഹാപ്പിയാണ്. പക്ഷേ അങ്ങനൊരു സ്പേസ് ഒരിക്കലും ഈ അടുത്തൊരു 10 വർഷത്തിനിടയ്ക്ക് എന്തായാലും ഉണ്ടാവില്ല. സോ അധികം ആഗ്രഹമൊന്നും ഇല്ല ഇപ്പോൾ. പിന്നെ മരിയ, ഡു ആൻ ഇൻ്റർവ്യൂ അബൌട്ട് പാസ്പോർട്ട് റിക്വയർമെൻറ്റ്സ് ആൻഡ് വാട്ട് ഡു ഇഫ് SLC ബുക്ക് ഈസ് ലോസ്റ്റ് ആൻഡ് സ്പെല്ലിങ് ഈസ് റോങ്. സ്പെല്ലിങ് റോങ് ആണെങ്കിൽ നമ്മൾ ഓരോ പഞ്ചായത്തിൽ, അത് ഏത് പഞ്ചായത്തിലാണോ റെഡിയാക്കി അവിടെ പോയി റെഡിയാക്കണമെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ സർട്ടിഫിക്കറ്റ് മിസ്സായി പോയാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ദുബായിൽ
പ്രപ്പോസൽ വന്ന സമയത്താണ് അതൊക്കെ എടുത്ത ആൾ പറഞ്ഞിട്ട് ഞാൻ വേഗം എടുത്ത് റെഡി ആയിട്ട് നിന്നത്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയൊന്നും അറിയത്തില്ല കേട്ടോ. മഞ്ജു സ്റ്റാൻലി തന്നെ ഡെയിലി വ്ളോഗാണ് നല്ലത് ഡിവൈൻ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, ചില ദിവസങ്ങളിൽ പറ്റാറില്ല. ദേവിക പ്രവീൺ, ഡിവൈൻ സുഖമാണോ? ഡിവൈൻ്റെ ടോപ്പ് എല്ലാം നല്ലതാണ്, താങ്ക് യു സോ മച്ച്. ആനന്ദി ഗിരീഷ്, ഡോണിനെയും 2 ചക്കരക്കുട്ടന്മാരെയും കിട്ടിയതിന് ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? ദൈവത്തോട് മാത്രമേ ഉള്ളൂ കടപ്പാട്, വേറെ ആരോടുമില്ല കടപ്പാട്. അങ്ങനെയല്ല, ഏറ്റവും മെയിൻലി കടപ്പെട്ടിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. അതിനുള്ള ഉത്തരം അതാണ് കേട്ടോ. റഷീദ ഷമീർ, നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അവൾ ഇപ്പോൾ എവിടെയാണ്? മാരേജ് കഴിഞ്ഞു? ഇതെനിക്ക്, നിങ്ങൾ റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ പല വീഡിയോസിലും കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇവിടെ നിന്നിരുന്ന കുട്ടി മറിയാമ്മ, അവൾ കല്യാണം കഴിഞ്ഞു, അവൾ ഒരു കുട്ടിയൊക്കെ ആയിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു. എന്താണെന്ന് അറിയത്തില്ല, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോൾ പലതായിട്ട് ചോദിച്ചാൽ പല ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. റഷീദയോടല്ല കേട്ടോ, കോമൺലി ഞാൻ പറഞ്ഞതാണ്. അടുത്തത് ടിസി അനിൽ ചോദിച്ചിട്ടുണ്ട്, ഹായ് ഡിവൈൻ, സ്നേഹം മാത്രം. നേരിൽ നിങ്ങൾ എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. കോട്ടയത്ത് ഒരു മീറ്റപ്പ് വെച്ചുകൂടെ? ലീലാമാമ്മയുടെ അന്വേഷണം പറയണം. അമ്മയെയും കാണാൻ ആഗ്രഹമുണ്ട്. ലവ് യു ഓൾ. ചാക്കോച്ചൻ, തോമൂട്ടൻ, പാച്ചൂട്ടൻ. കോട്ടയത്ത് ഒരു മീറ്റപ്പ് പോസിബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പം മേ ബി മമ്മീൻ ഡിംപിളൊക്കെ ഉണ്ടെങ്കിൽ മേ ബി അത് പോസിബിൾ ആക്കാൻ പറ്റും. കാരണം അമ്മയും ഞാനും വന്ന് നിന്നാൽ ഞാൻ മാത്രം മിണ്ടും, അമ്മ ഇങ്ങനെ നോക്കി നിൽക്കും, അങ്ങനെ ഒരു അവസ്ഥ വരും. അതുകൊണ്ട് വേണ്ട. മിണ്ടും, എന്നാലും ഇവിടെ ഉള്ളൊരു മിണ്ടണ പോലെ അമ്മ മിണ്ടത്തില്ല, ഭയങ്കര റിസർവ്ഡ് ആണ് കേട്ടോ. അടുത്തത് മരിയ, ഹായ് പറഞ്ഞിട്ടുണ്ട്, ഹായ്. പിന്നെ ആഷ്ലി ആൻഡ്രൂസ്, ഡോൺ ചേട്ടനെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ എന്തായേനെ ലൈഫ്? ഞാൻ എൻ്റെ വഴി വേറൊരാളെ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ് കല്യാണം കഴിക്കാതിരിക്കത്തുള്ളൂ. അന്ന് പല പല മൈൻഡുകളാണ്. ഞാൻ പറഞ്ഞ PCOD അതും ഇതൊക്കെ ഇരുന്നെങ്കിലും പിന്നീട് കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കല്യാണം കഴിക്കും. മേ ബി എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളിലേക്ക് ഞാൻ ഇൻവോൾവ് ആവും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. സുകന്യ പൊന്നു, ഡിവൈൻ പാടുമോ? ഞാൻ ചെറുതായി കുഞ്ഞൊക്കെ ആകുമ്പോൾ ഏതൊരമ്മയും ഒരു സിംഗർ ആവുമല്ലേ? ലീലാമ്മയായിട്ടുള്ള Q&A ചെയ്യുമോ? ലീലാമ്മയായിട്ടുള്ള Q&A ചെയ്യാൻ നിങ്ങൾ കാര്യമായിട്ട് റിക്വസ്റ്റ് ചെയ്യണം. കാരണം ലീലാമ്മയ്ക്ക് ഭയങ്കര മടിയാണ് Q&A ചെയ്യാൻ വരാനായിട്ട് കേട്ടോ. അന്ന് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ സമ്മതിച്ചാണ്, പിന്നെ അതൊട്ട് ചെയ്യാനും പറ്റിയില്ല. ഞാൻ പാടിയ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഇത്രയും പേര് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. ശരണ്യ മോഹൻ, ഡിവൈൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന എസ്പെഷ്യലി ഷോർട്ട് നൈറ്റി എവിടുന്നാണ് വാങ്ങുന്ന ഡീറ്റെയിൽസ് ഒന്നും പറയാമോ? എൻ്റെ ഷോർട്ട് നൈറ്റി എല്ലാം ഞാൻ കോട്ടയത്തു നിന്നാണ് ഓൾമോസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ സിവാമി, പിന്നെ എന്തിട്ടായിരുന്നു ഷയ്യവേ, അങ്ങനത്തെ കുറച്ച് ആപ്പിൽ നിന്നാണ് കേട്ടോ. ആപ്പിൽ നിന്നൊക്കെ ഞാൻ ഓഫറുള്ള സമയത്ത് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ഇപ്പം നമ്മുടെ ARK വാങ്ങിക്കാറുണ്ട്, നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിലുള്ള കേട്ടോ. അടുത്തത് സുകന്യ തന്നെയാണ് കേട്ടോ. ഞാൻ ചേർപ്പുങ്കൽ കുമ്മണ്ണൂർ ആണ്. ഡിവൈൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഉണ്ണീശോപ്പള്ളിയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വന്നിട്ടുണ്ട്. എനിക്ക് ഡിവൈൻ മൺറാട് വരുമ്പോൾ കാണണമെന്നുണ്ട്, ഒരു സിസ്റ്ററിനെ പോലെ തോന്നും. ഇനി ഓണം ലീവിന് വരും, അപ്പോൾ നമുക്ക് പറ്റിയാൽ കാണാം കേട്ടോ. ഞാൻ ഒറ്റ മകളാണ്, ബട്ട് ഒറ്റയ്ക്കാണെന്ന് തോന്നിയിട്ടില്ല. അമ്മാവന്മാരുടെ മക്കളോടൊപ്പം കളിച്ചു വളർന്നു. ഡിവൈനും അങ്ങനെയാണല്ലോ. എങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ സിബ്ലിങ്സ് വേണം എന്ന് തോന്നിയിട്ടോ? എനിക്ക് എങ്കിലും ഏത് കാര്യത്തിലും വളരെ ബോൾഡായി നിൽക്കുന്ന കാണുമ്പോൾ അഭിമാനം തോന്നും. താങ്ക് യു സോ മച്ച്. ഒബ്വിയസ്ലി എനിക്ക് തോന്നിയിട്ടുണ്ട് സിബ്ലിങ്സ് വേണം. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കസിൻസിനെല്ലാം സിബ്ലിങ്സ് ഉണ്ട്. അതായത് അപ്പൻ്റെ നേരെ മൂത്ത ചേട്ടന് മാത്രം ഒരു മോളും സെയിം ഇതിലുള്ളൂ. തോന്നിയിട്ടുണ്ട്, ഒബ്വിയസ്ലി എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. തോമും പാച്ചും ലേശവും വലുതായി അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ളവരായി തീർന്നു കഴിഞ്ഞാൽ ഡിവൈൻ ഒന്ന് ഫ്രീ ആകുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാനായിരിക്കും ഇഷ്ടമെന്ന് പറയുമോ? ഞാൻ എൻ്റെ യൂട്യൂബ് ഒന്നും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യും. കാരണം പലരും യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യുന്നവരായിട്ട്. നിമ്മി അരുൺ ഗോപൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വ്ളോഗ്സ്. അസ്വി ചേച്ചി, അങ്ങനെ കുറച്ച് പേരുണ്ട്. അജയ് ചേട്ടൻ, അപ്പോൾ എനിക്ക് ആ വ്ളോഗ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സിസ്റ്റമാറ്റിക്കലി ഭയങ്കര ലവ്ലി, ഭയങ്കര ഒരു നല്ലൊരു ഫീൽ തരുന്ന ഒരിത്. എനിക്ക് യൂട്യൂബ് ഭയങ്കരമായിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പരിപാടി ഇത് തന്നെയാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ജിനു, ഡു യു ലൈക്ക് ടു വർക്ക് എനിവെയർ ഓർ യു വാണ്ട് ടു കണ്ടിന്യൂ ലൈക്ക് ദിസ്? വാട്ട് ഈസ് യുവർ അംബീഷൻ? വാട്ട് വാസ് യുവർ അംബീഷൻ? പണ്ടൊക്കെ IT ഫീൽഡൊക്കെ തിളങ്ങി നിൽക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ നോക്കുമ്പോൾ വീട്ടിലിരുന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇടയ്ക്കൊക്കെ ഒരു പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ
ഇത് തന്നെയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്തത് റിജി. ചേച്ചിക്ക് ഡ്രൈവിങ് താല്പര്യമില്ല. ഇപ്പം എനിക്ക് നല്ല താല്പര്യമുണ്ട്, പക്ഷെ പഠിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടണില്ല എന്നേ ഉള്ളൂ കേട്ടോ. അടുത്തത് സൂര്യ അരുൺ. ചേച്ചി എങ്ങനെയാണ് ചേച്ചി ലൈഫിൽ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നത്? പിന്നെ ചേച്ചി തന്നെ പറഞ്ഞത് ചേച്ചിക്ക് മക്കൾ വേണം വന്നതിന് ശേഷമുള്ള ചേഞ്ചസിനെ പറ്റി. അതൊക്കെ ചേച്ചി എങ്ങനെയാണ് ക്യാരക്ടറിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത്? ബോൾഡ് ആവുന്നത് സാഹചര്യം ബോൾഡ് ആക്കുന്നതാണ്. മനഃപൂർവ്വം ഇങ്ങനെ ബോൾഡായി നിൽക്കുന്ന അല്ല തളർന്നു പോകുന്ന പല നിമിഷങ്ങളും ഉണ്ടാവാറുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കാറുണ്ട്, ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് നോക്കും, നമ്മളിങ്ങനെ നമ്മളെ തലയിൽ കയറി നിരങ്ങും എന്നൊക്കെ തോന്നാറുണ്ട്. പിള്ളേർ വന്നതിന് ശേഷം നമ്മുടെ ഡ്യൂട്ടിയാണ്, അത് നമ്മൾ തന്നെ ചെയ്യണം. അതിന് വേറെ ആളെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരുമ്പം ഓട്ടോമാറ്റിക്കലി അതൊക്കെ നമ്മുടെ ശരീരത്തോട്ട് അത് ഇംപ്ലിമെൻ്റ് ആവുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പിന്നെ ലീലാമ്മയുടെ അന്വേഷണം പറയണം ഉറപ്പായിട്ടും. തോമുക്കുട്ടനും ചാക്കോച്ചനും ചക്കര ഉമ്മ എന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ ഈശ്വരൻ എനിക്ക് കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു സജഷൻ പറഞ്ഞോട്ടെ, ചേച്ചി നെഗറ്റീവായിട്ട് എടുക്കരുത്. ചാക്കോച്ചിന് ഹോമിയോ സ്റ്റാർട്ട് ചെയ്തുകൂടെ, അതാകും ബെറ്റർ. എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനും ഇങ്ങനെയായിരുന്നു, അവനും ഹോമിയോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ അലർജി ഇഷ്യൂസൊക്കെ. ഞാനിപ്പോൾ തോമിന് ഹോമിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാജുവലി അത് ചാക്കോച്ചനും സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. നോക്കണം. ജിനു റാണി, പ്ലീസ് സിങ് വൺ സോങ്. ഞാൻ അതിനുള്ള ഉത്തരം മുന്നേ പറഞ്ഞു. ആൻഡ് ഇഫ് യു ആർ ഫ്രീ ടു ഷെയർ, പ്ലീസ് ഷെയർ അബൌട്ട് യുവർ യൂട്യൂബ് ഇൻകം. നമുക്ക് യൂട്യൂബ് ഇൻകം അങ്ങനെ വെളിപ്പെടുത്തിക്കൂടാ. എനിക്ക് ആകെയുള്ള യൂട്യൂബിൻ്റെ നിയമം ഞാൻ പറയാട്ടോ, ഒരു $100 എത്താതെ നമ്മുടെ യൂട്യൂബ് ഇൻകം മന്ത്ലി അവർ റിലീസ് ചെയ്ത് തരില്ല. $100 എത്തിയാൽ ഈ മാസത്തെ അടുത്ത മാസം കിട്ടും, അടുത്ത മാസത്തെ അതിൻ്റെ അടുത്ത മാസം കിട്ടും. അങ്ങനെയാണ്, ആ ഒരു സ്ട്രാറ്റജിയിലാണ് പോകുന്നത്. അതിൽ നിന്ന് ടാക്സും കാര്യങ്ങളും ഒക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ അതായത് $100 എത്തിയാൽ നമുക്ക് ആ പൈസ കിട്ടില്ല. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 7 to 8K റേഞ്ചിൽ വരും. അത് ആ ഡോളർ അനുസരിച്ച് ഇരിക്കും കേട്ടോ. പിന്നെയുള്ള മരിയ ജോയ്, ചേച്ചി ഹൂ നോസ് മീ ബെറ്റർ ചലഞ്ച് ഇടുമോ? ഡോൺ ജൺ ഓർ ഡിംപിൾ? മമ്മി പ്ലീസ് സൺഡേ സമയം കിട്ടുമ്പോൾ നോക്ക്. ഇത് കുറേ പേര് പറഞ്ഞിരുന്നു, പക്ഷെ നമുക്ക് സാഹചര്യം ഒത്തു കിട്ടില്ല. എന്നാലും നോക്കാം കേട്ടോ. അജീന, തോമുൻ്റെ മുടി എങ്ങനെ ഇത്ര മനോഹരമായി എടുത്തു? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. തോമുന് ശരിക്കും എൻ്റെ ഹെയർ ആണ്. എൻ്റെ ഇപ്പോഴത്തെ ഈ ഞരങ്ങ് മുടി നോക്കണ്ട. പണ്ട് തോമുവിൻ്റെ തൊട്ട് കോലം മുടിയായിരുന്നു എനിക്ക്. പണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, കാരണം എനിക്ക് തൊണ്ടി കാണിക്കാനൊരു ഫോട്ടോ പോലും ഇല്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുടി അങ്ങ് നമ്മൾ പറയത്തില്ലേ പെട്ടക്സിൻ്റെ താഴെ വരെ എനിക്കുണ്ടായിരുന്നു. എനിക്കൊരു പ്രാന്ത് മൂത്തിട്ട് ഞാൻ വെട്ടിക്കളഞ്ഞതാണ്. അതിൽ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു അറ്റം വെട്ടാൻ പോയതാണ്. കയറിയപ്പോൾ പണി പഠിച്ചൊരു ചേച്ചി വെട്ടിയതാണ്. നല്ലൊരു വെട്ടലായിപ്പോയി. പിന്നെ എനിക്കത് സത്യം പറഞ്ഞാൽ ഒരു തരം കോംപ്ലക്സ് ആയി തുടങ്ങി. അന്ന് തൊട്ടാണ് ഞാൻ ഈ കൊണ്ട കിട്ടി തുടങ്ങിയത്. അന്ന് തൊട്ട് മുടി ഇങ്ങനെ ചുരുണ്ട് അതായത് ചുറ്റിയാണല്ലോ ഇരിക്കുന്നത്. അത് അങ്ങനെ ഒരു കേളി ബേബി ഹെയർ ആയിട്ട് മാറിയതാണ്. അതുവരെ പക്ക കോലൻ മുടിയായിരുന്നു കേട്ടോ. എപ്പോഴും 2 സൈഡ് പിന്നിയിട്ട് എന്നെ കാണാൻ പറ്റുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും ഹെയർ ഇതിൻ്റെ ഒരു 3 മടങ്ങ് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് എൻ്റെ മുടീനെ കുറിച്ച് ഓർക്കുമ്പോൾ. ഓ മൈ ഗോഡ്. അപ്പോൾ തോമുന് എൻ്റെ ഹെയർ ആണ് കിട്ടിയിരിക്കുന്നത്, കോലം മുടി. അതുപോലെ തന്നെ എൻ്റെ ശരിക്കും ബ്ലാക്ക് അല്ല, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. അടുത്തത് ഡ്രസ് കളക്ഷൻസ് ആണോ? ഞാൻ ഡ്രസ് കളക്ഷൻസ് കാണിക്കാം. കൃഷി ലവേഴ്സ്, ഡിവൈൻ, വീഡിയോയ്ക്കാണോ വയ്യാതിരിക്കുന്ന കുഞ്ഞിനെയാണോ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്? ഒബ്വിയസ്ലി വയ്യാതിരിക്കുന്ന കുട്ടിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷെ വയ്യാതായാൽ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ പൈസ വേണമെങ്കിൽ അതിന് ഞാൻ വീഡിയോ ചെയ്യുക തന്നെയാണ്. അപ്പോൾ ചോദിക്കും ഭർത്താവില്ലേ? ഭർത്താവുണ്ട്, ഭർത്താവില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടുണ്ട്. സോ ഞാൻ വീഡിയോ ചെയ്താലേ എനിക്ക് അവരെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ വീഡിയോ ചെയ്യും. അപ്പോൾ രണ്ടും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടീനെ വേണം, കുട്ടീനെ നോക്കണമെങ്കിൽ എനിക്ക് വീഡിയോ ഒബ്വിയസ്ലി വേണം. അപ്പോൾ കൃഷി ലവറിനെ സംബന്ധിച്ച് നല്ല എപ്പോഴും ഞാൻ റീൽസൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തിനാണ് ചെയ്യുന്നത്? നമുക്കൊരു ഇൻകമായിട്ട് മാറിയാൽ അതിനെ സ്നേഹിച്ചാലേ നമുക്ക് വരുമാനം വരുള്ളൂ. ഓക്കെ. PCOD മാറാൻ വേണ്ടി ഡിവൈൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇപ്പം തൽക്കാലം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതിനുള്ളൊരു ഇതെനിക്ക് കിട്ടണില്ല കേട്ടോ. ജുവാൻ, മോസ്റ്റ് അൺഫോർഗറ്റബിൾ ഇൻസിഡൻറ്റ് ഇൻ യുവർ ലൈഫ്? ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ലൈഫ് സ്റ്റോറി ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. ചില
മോസ്റ്റ് ഇത് എന്ന് പറയുമ്പോൾ ഞാൻ പറയും മറ്റേ ലോറിയിൽ പോയ ഇൻസിഡൻറ്റ് പറയും കേട്ടോ. അൺഫോർഗറ്റബിൾ ഇൻസിഡൻറ്റ് വിത്ത് ഓഫ് കാർ ബോയ് തോമു, നോട്ടി, ചാക്കോച്ചൻ ആൻഡ് പാച്ചു. പാച്ചുവിന് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിലെ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. തോമുവിൻ്റെ ഈ പറഞ്ഞ പോലെ ചാക്കോച്ചൻ ഇപ്പം കെയർ ചെയ്യുന്ന ഓരോരോ സംഭവങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടും പ്രൗഡായിട്ടും തോന്നാറുണ്ട്. ചാക്കോച്ചൻ പിന്നെ കളത്തിലിറങ്ങി തുടങ്ങിയതല്ലേ ഉള്ളൂ, അത്രയ്ക്കും വലിയതൊന്നും ആയിട്ടില്ല. അടുത്തത് ലവ് ടു എവ്രിബഡി ആൻഡ് കിസസ് ഫോർ നോട്ടി, തോമു, പാച്ചു ആൻഡ് ചാക്കോച്ചൻ. താങ്ക് യു കേട്ടോ. മേ God bless you, including Leela Mandy and uncle. Please give a special hi to Leela Mandy for giving such a beautiful person. Should say your talk is so nice to hear and was very sad when you cried when you talked to Amma. Thank you. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നും കേട്ടോ. അടുത്തത് ജെയിൻ മേരി. ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഓഫ് യുവർ ഇൻ-ലോസ്. ടേക്ക് ഇറ്റ് ഈസി പോളിസി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡാഡി പ്രത്യേകിച്ച് ഭയങ്കര ടേക്ക് ഇറ്റ് ഈസിയാണ്. കുറുമ്പൊക്കെ കാണിക്കുമെങ്കിലും ഭയങ്കര ഒരു കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ ആണ് കേട്ടോ. മമ്മി അത് തന്നെ എല്ലാത്തിനും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് മാത്രം നോക്കുന്നതെന്ന് വെച്ചാൽ അവരവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അടുത്തത് നമ്മുടെ അഞ്ജലി ഫുഡ് കോർട്ട്. നമ്മുടെ അഞ്ജലി ചേച്ചി ചോദിച്ചിട്ടുണ്ട്, ഹായ് ഡിയർ, പഴയ ഡിവൈൻ ഒന്നുകൂടെ സ്റ്റൈലിഷ് ആയിരുന്നു. ഇപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടാണോ, കുട്ടികളെ മേയിച്ച് ടൈം കിട്ടാഞ്ഞിട്ടാണോ, അതോ ഹറിബറിയായി പുറപ്പെടുന്നത് കൊണ്ടാണോ പഴയ സ്റ്റൈലിഷ് ഡിവൈനെ കാണാത്തത്? ലീലാമ്മ ഓൾഡ് ഫ്രണ്ട്. അത് ആദ്യത്തിന് ക്വസ്റ്റ്യൻ പറയാം. ശരിക്കും പിള്ളേരെ വെച്ചിട്ട് പറ്റാഞ്ഞിട്ട് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുങ്ങി ഇറങ്ങാനൊക്കെ. പിന്നെ ഇപ്പം ചാക്കോച്ചിന് അലർജി വന്നതിന് ശേഷം അങ്ങനെ മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനും പറ്റാതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം മിനിമലാണ്, ഭയങ്കരമായിട്ട് സമയം കിട്ടാതെ എനിക്ക് വിഷമമുണ്ട്. ചിലപ്പോൾ ഞാൻ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് അതിനോട് ചേർത്ത് നമ്മുടെ ആ സുഹൃത്ത് പോയപ്പോൾ ഞാൻ അടിച്ച് പൊളിച്ചു കേട്ടോ. പിന്നെ ലീലാമ്മ ഓൾഡ് ഫ്രണ്ട്സിനെ കുറിച്ച് പറയാറുണ്ടോടാ? ഉറപ്പായിട്ടും പറയാറുണ്ട്. ഇടയ്ക്കിരുന്ന് BCom കഥ, സ്കൂള് കോളേജിൻ്റെ കഥയൊക്കെ പറയും കേട്ടോ. ഇപ്പോൾ നീറ്റായി തന്നെയാണ് പോകുന്നത്, എന്നാലും ഒരു മിസ്സിങ് ഉണ്ട്. ഒരു ഈ പിക്ക് പോലെ ആയിരുന്നു പഴയകാല ഫോട്ടോ. സത്യമാണ് കേട്ടോ ജലിച്ച്, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. യു ആർ കറക്റ്റ്, അബ്സല്യൂട്ട്ലി കറക്റ്റ്. പിന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ. അടുത്തത് അമൃത അമ്മൂസ്. പാച്ചുവിന് പ്രിമച്ചർ ആയിരുന്ന ടൈമിൽ ഫസ്റ്റ് ഏത് ഫീഡിങ് ബോട്ടിലാണ് യൂസ് ചെയ്തിരുന്നത്? ആദ്യം നമ്മളിവിടുന്ന് പമ്പ് ചെയ്തിട്ട് കുപ്പിയിൽ ജസ്റ്റ് പീജൻ്റെ ഒരു ബോട്ടിൽ കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ കൈ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ചാക്കോച്ചിന് കാണിച്ചിട്ടുള്ള ആ സെയിം ബോട്ടിലാണ് ഞാൻ പാച്ചുവിന്, ഞാൻ കുറേ ബോട്ടിൽസ് എൻ്റെ ബോട്ടിൽസാണ്, അതായത് ഞാൻ ഗിഫ്റ്റ് ചെയ്ത ബോട്ടിൽസാണ് പാച്ചു ഒരു സമയം വരെ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. യൂസർ നമുക്ക് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്നെ നല്ല മമ്മീനെ ഡിമ്പിളിനെ ഒക്കെ ഒരു ഹായ് പറയുമോ? ശുഭ വയനാട് കേട്ടോ, ആളുടെ പേര് ശുഭ എന്നാണ്. അപ്പോൾ ശുഭയ്ക്ക് എൻ്റെ സ്പെഷ്യൽ ഹായ് പറയാണ്. അടുത്തത് അഞ്ജുസൻ. ഡിവൈൻ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ താൻ ഒരിക്കലും അതോർത്ത് വിഷമിക്കരുത്. തനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായിട്ട് അതെടുക്കാവൂ. നിങ്ങളുടെ 3 പേരുടെയും ചാനൽ കാണാറുണ്ട്. ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ ഫാമിലിനെ. താങ്ക് യു സോ മച്ച് കേട്ടോ. റിനി മാത്യു. ഡയപ്പർ ആൻഡ് പാഡ് ഡിസ്പോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാമോ? ഡയപ്പർ ഡിസ്പോസിങ് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പാഡ് കത്തിച്ച് കളയാണ് ചെയ്യാറ്. രണ്ടും കത്തിച്ച് കളയാറാണ് ചെയ്യുക, പക്ഷെ ഒന്നുകൂടെ മെനക്കേട് ഡയപ്പറിൻ്റെ ആണ് കേട്ടോ. പിന്നെ ലിഞ്ചു. ഞാൻ ചേച്ചിയുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ചേച്ചി സംസാരം വളരെ ഇഷ്ടമാണ്. ലവ് യു സോ മച്ച്. താങ്ക് യു. അക്ഷയ ലക്ഷ്മി. ഞാൻ ഡിവൈൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു, ഒന്ന് നോക്കാമോ? 2 weeks ആയി, സ്നേഹം മാത്രം. സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കുറേ റിക്വസ്റ്റുകൾ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ പെട്ടുപോയതായിരിക്കട്ടെ, ഞാൻ കണ്ടിട്ടില്ല. എസ് വെൽ. ഡിവൈന് തൃശ്ശൂർ വന്നിട്ട് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ് കേട്ടോ. ഒട്ടുമിക്ക എല്ലാ ഫുഡും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആക്ച്വലി ചാക്കോച്ചൻ എന്നിട്ട് ഓടിപ്പോയാണ് കേട്ടോ. ഡോൺ ചേട്ടൻ താഴെ TV കാണുകയാണ്. സോ ഞാൻ ഓടിപ്പോയതാണ് ഗൈസ്. അപ്പോഴത്തേനും എൻ്റെ ക്വസ്റ്റ്യനൊക്കെ മിസ്സായി. വൈ ദിസ് കൊലവരി. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയൊക്കെയാണ് കേട്ടോ. ഡിവൈന് തൃശ്ശൂർ വന്നിട്ട് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്?
എനിക്ക് തൃശ്ശൂർ ഫുഡ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക, മീൻകറി, തൃശ്ശൂർ മീൻകറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അടുത്തത് ഒരു യൂസറാണ് ചോദിച്ചിരിക്കുന്നത്, ആർ യു നോട്ട് യൂസിങ് ദി എയർ ഫ്രയർ നൗ, വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഓൺ ബൈങ് ആൻ എയർ ഫ്രയർ? ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, പിള്ളേർക്ക് പിസ്സയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. വ്ളോഗിൽ അത്ര ഇത് രാവിലത്തെ തിരക്കിലായിരിക്കും മോസ്റ്റ്ലി അത് ഉണ്ടാക്കുക. ബ്രെഡുള്ള ദിവസം അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ല കറക്റ്റായിട്ട് പഞ്ച്വലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഒലീവിയ, ലവ് യു ഡിയർ ചേച്ചി, പിള്ളേർക്ക് എൻ്റെ ചക്കര ഉമ്മ കൊടുത്തേക്ക്, ചേച്ചിക്കും ലോഞ്ചായിട്ടും ഒന്ന് കാണണമെന്നുണ്ട്, ഹോപ്പ് ഇറ്റ് വുഡ് കം ട്രൂ. അന്ന് ആക്ച്വലി ഞാൻ ഡെലിവറിക്ക് പോയ സമയത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എന്നെയും ഡോൺചേട്ടനെയാണ് അവർക്ക് കാണാൻ പറ്റാണ്ടായത് കേട്ടോ. റഹീമ, തോമുന് ഫീഡിങ് ബോട്ടിൽ എന്താ മാറ്റാത്തത്? 3 years ആയില്ലേ? അത് കിടക്കുമ്പോൾ അവൻ പാല് കുടി ഇതുവരെ നിർത്തിയിട്ടില്ല. സോ നമുക്കത് കുപ്പിയിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാത്ത സമയങ്ങളൊക്കെ അവൻ കുപ്പിയിൽ നിന്നൊക്കെ, അതായത് വെള്ളമൊക്കെ ഡയറക്റ്റ്ലി കുടിച്ചോളും. പിന്നെ പിന്നെ ബിൻസി, ഡിവൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് എവിടെയോ എൻ്റെ സ്വഭാവമാണ് ഡിവൈൻ. ഞാനും ഓപ്പൺ മൈൻഡഡ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് ആർക്കും വല്ല ശത്രുവിനെ കിട്ടുമോ എനിക്ക്. പിന്നെ സെയിം ഏജ്, പിന്നെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളും സങ്കടങ്ങളും പല രീതിയിലുമാണെന്ന് മാത്രം. ഡിവൈൻ്റെ അമ്മയെ പോലെയാണ് എൻ്റെ അമ്മയും. ഓരോ സിറ്റുവേഷൻസ് ആയിരിക്കും അതേപോലെ ബോൾഡാക്കിയ. ക്യുവാൻ്റെ വിത്ത് അമ്മ ഇതൊക്കെ കുറേ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്യുവാൻ്റെ വിത്ത് മമ്മി ചെയ്യും, ഡിവൈൻ ചിറ്റാൻ വീഡിയോസാണ് കൂടുതൽ ഇഷ്ടം. ഡിവൈൻ്റെ സംസാരം അടിപൊളിയാണ് കേട്ടുകൊണ്ടിരിക്കുക. ചാക്കോച്ചിന് പല്ല് വന്നില്ലെന്ന് പറഞ്ഞില്ല. മിക്ക കുട്ടികൾക്കും 1 വയസ്സാവുമ്പോഴാണ് പല്ല് വന്ന് കണ്ടിട്ടുള്ളൂ. ബട്ട് ബാക്കിയെല്ലാം ഫാസ്റ്റ് ആണ് ചാക്കോച്ചിന്, പെട്ടെന്നെല്ലാം മാറട്ടെ ചാക്കോച്ചിന്. അപ്പോൾ ബാക്കി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ ചേച്ചിക്ക് 1 വയസ്സുള്ള ബേബിയുണ്ട്. ചാക്കോച്ചിനെ പോലെ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കില്ല. ഇത്ര മാത്രമേ ഞാൻ കാണിക്കുള്ളൂ കേട്ടോ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ. നമ്മൾ റിസംബിൾസ് ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഷാരോൺ ചേച്ചി, ഞാൻ ചേച്ചീൻ്റെ ലൈഫ് സ്റ്റോറി എന്നും കേട്ടോ അന്ന് മുതൽ ഞാൻ ചേച്ചീനെ ലീലാമാൻ്റെ ഫാനാണ്. ഒരു സംശയം, ഒരു സമയവും ആ ഓരോ സഹനവും ചേച്ചിയെ പോലെ എനിക്ക് ആക്ച്വലി ഇത് പലതും വായിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാനിത് കണ്ടിരുന്നു, എൻ്റെ ചിലത് ലാസ്റ്റ് വേർഡ്സൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ചിലതൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. സോറി കേട്ടോ. ബിനീത, മക്കൾ 2 പേര് സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാൽ ഡിവൈൻ ജോബ് നോക്കുമോ? യൂട്യൂബ് വീഡിയോസ് ഇടുന്നതല്ലാതെ. മക്കളെയും ഡിവൈൻ ഡോൺചാൻ എല്ലാവരും ഒരുപാട് ഇഷ്ടം. ഡിവൈനെ പോലെ കോട്ടയം വീടും പിന്നെ അമ്മേനെ അച്ഛനെയും ഒക്കെ ഞങ്ങൾക്ക് കാണണമെന്നുണ്ട്. അവിടെ പോകുമ്പോൾ ഒരു ഫുൾ ഡേ ചെയ്യുമോ? ഇനി പോകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ. അവർ സ്കൂളിൽ പോയി തുടങ്ങിയാൽ എനിക്കറിയില്ല ഞാൻ പോവോ ഇല്ലയോ എന്നുള്ളത്, ജോലിക്ക് പോവുമെന്ന് നോക്കട്ടെ. പിന്നെ ഷോനിമ, ഡിവൈൻ ബ്യൂട്ടിയാണ്, ബട്ട് വെയിറ്റ് കുറച്ചാൽ ഇനിയും ഭംഗി കൂടും. PCOD ആൻഡ് തൈറോയിഡൊക്കെ ഉണ്ടെങ്കിലും വണ്ണം കുറയ്ക്കാൻ പറ്റും. പ്ലീസ് ട്രൈ. ലവ് ഓൾ യുവർ ഫാമിലി. എനിക്കറിയാം കേട്ടോ, ഞാൻ എൻ്റെ പഴയ ഫോട്ടോസ് ഇപ്പോൾ എടുത്ത് അയവർക്കാറുണ്ട്. ആ ഒരു ബോഡി സ്ട്രക്ചറിലെങ്കിലും എനിക്ക് എത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് ഈ ഡയപ്പറിൻ്റെയും അതുപോലെ തന്നെ കുപ്പിയുടെ കാര്യമൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെല്ലാം എനിക്കൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. അടുത്തത് റിഷ്ന, തോമു ക്ലാസ്സിന് പോകാൻ തുടങ്ങിയപ്പോൾ തോമുവിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ചാക്കോച്ചിൻ്റെ വെയിറ്റ് എങ്ങനെ? ഞാൻ ബേബീസിൻ്റെ വെയിറ്റ് പറയാൻ തൽക്കാലം എനിക്ക് ഇൻട്രസ്റ്റഡ് അല്ല. നിങ്ങൾ സ്നേഹത്തോടെ ചോദിക്കും, ചിലർ കരുതി കൂടി ചോദിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് എന്തായാലും ബേബി വെയിറ്റ് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ, അതിന് ഒന്നും വിചാരിക്കായിരിക്കും. പിന്നെ തോമുന് വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു സമയത്ത് അവൻ ബ്ലിപ്പി മാത്രമേ കാണൂ. ആ സമയത്ത് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. പിന്നെ അത് ഡേ കെയറിലൊക്കെ പോയിട്ട് അപ്പോൾ എനിക്ക് അവൻ മലയാളം സംസാരിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. ചാക്കോച്ചൻ വീണ്ടും എഴുന്നേറ്റു ഗൈസ്. അവൻ ഈ പുഴു പോലെ ഇങ്ങനെ നിരങ്ങി പോവാണ്. ഞാൻ എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അത് ഈ പിള്ളേർ ഫ്ലോപ്പാക്കും. ദേ ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിക്കാം കേട്ടോ. അതെ, ഞാൻ എന്ത് വിചാരിച്ചാലും അത് ചീറ്റിപ്പോവും. ഇടയ്ക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ അങ്ങനെ പോകും. ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ദിവസം നമ്മുടെ കോൺസെൻട്രേഷൻ ഇങ്ങനെ പോകും. ശരിക്കും ലെങ്തി വീഡിയോ ആയി പോകുന്ന എനിക്ക് ഒരുപാട് പേടിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതാണ് ഞാൻ ഭയങ്കര ക്രിസ്പായിട്ട് ഓടിച്ചിട്ട് പറയുന്നത്.
ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ വലിയൊരു എമൗണ്ട് ദേഹ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തോമന് സ്കൂളിൽ പോയിട്ട് എന്തെങ്കിലും മാറ്റം വന്നു തുടങ്ങിയോ എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ബ്ലിപ്പി കണ്ട് അവൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് കാര്യങ്ങൾ നമ്മളോട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. ചില സമയത്ത് നമുക്ക് പ്രൗഡ് ഫീലിംഗ് വരും, ചില സമയത്ത് ഈ എൻ്റെ കുട്ടി മലയാളം സംസാരിക്കുന്നില്ലല്ലോ എന്നുള്ളത്. ശരിക്കും ബബിൾസിൽ ചെന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവൻ ഇംഗ്ലീഷ് അവൻ്റെതായ വെച്ചൊരു ഫ്ലുവൻ്റ് ആയിട്ടല്ല, പക്ഷെ അവൻ്റെ പ്രായത്തിൽ അവൻ ഫ്ലുവൻ്റ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കും, തോമു എന്തോ പറയുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടെ അവരിങ്ങനെ റൈംസും കാര്യങ്ങളും വെച്ച്, പിന്നെ അവരുടെ കൂടെ ആണല്ലോ അവൻ്റെ ഒരു ജാനുവരി തൊട്ടൊരു മെയ് വരെ ശരിക്കും അവൻ്റെ ഒരു ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ആയിരുന്നു അവൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല തന്നി തൃശ്ശൂർ ഭാഷ വന്നു. അപ്പം നല്ല സ്ലാങ് ആണ് കേട്ടോ, നല്ല വൃത്തിയിൽ തൃശ്ശൂർ ഭാഷ പറയും. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള സംഭവമാണത്. അപ്പോൾ അവൻ ഗ്രാജുവലി ഇംഗ്ലീഷ് നമ്മൾ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മലയാളത്തിൽ തരും, എന്നാലും ഇംഗ്ലീഷ് പറയാൻ ട്രൈ ചെയ്യാറില്ല. പിന്നെ ഇവിടെ പോകാൻ തുടങ്ങിയ പിന്നെ, അതായത് ഫസ്റ്റ് സ്കൂളിൽ പോകാൻ തുടങ്ങിയ പിന്നെ അവർ ഇംഗ്ലീഷിലാണ് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ അവൻ ഈ പറയുന്ന പോലെ ബ്ലിപ്പി പിന്നെയും കാണാൻ തുടങ്ങി. ഞാൻ പല വേറെ കാർട്ടൂൺസ് അവോയ്ഡ് ചെയ്തു. പറയുന്ന പോലെ കാത്തു അത് ഇതൊക്കെ കാണുമായിരുന്നു, അതൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു. ബ്ലിപ്പി കുറേ കാര്യങ്ങൾ നമുക്ക് കുറേ പേര് ഒരേ പിള്ളേരെ ബ്ലിപ്പി കാണിക്കണം, ഒരിക്കലും അല്ല, കുറേ നല്ല കാര്യങ്ങൾ അതിനകത്തുണ്ട്. വേർഡ്സ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ പല കളേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാൻ ചില സമയത്ത് ഇൻട്രസ്റ്റോടെ ഇരുന്ന് കാണുന്ന സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ബാക്ക് ടു ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. കുറച്ചും കൂടെ വേർഡ്സ് ഫ്ലുവൻ്റ് ആയിട്ട്, ഇപ്പം എന്തെങ്കിലും അവൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അമ്മ ലുക്ക് അറ്റ് ദിസ് അമ്മ എന്നൊക്കെ പറയാം. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം അവന് ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ഉടനെ അമ്മ ഗുഡ് ജോബ് അമ്മ, അല്ലെങ്കിൽ പ്ലീസ് അമ്മ, നമുക്ക് കുറേ കൺവിൻസിങ് ചെയ്യാനായിട്ട് കുറേ വേർഡ്സ് പറയും. അതൊക്കെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫാത്തിമ, ഡോൺ ചേട്ടൻ എന്ത് ജോബ് ചേച്ചി? ഡോൺ ചേട്ടൻ്റെ ഷോറൂമാണ്, പ്രിയോണ്ട് കാർഡ്സിൻ്റെ ഷോറൂമാണ് ഇവിടെ മണ്ണുത്തിയിൽ കേട്ടോ. കുവൈറ്റി ഗേൾ, എന്നാണ് മാരേജ്? ഇനി അത് നടത്തുമോ? നമ്മൾ നടത്തും. ചാക്കോച്ചനൊന്നും ഫ്ലെക്സിബിൾ ആവാൻ അല്ലെങ്കിൽ ഒന്ന് സ്റ്റഡി ആവാനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും ഡോൺ ചേട്ടനോട് പറയുന്നത്, തോമുൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയും സെക്കൻഡ് ബർത്ത്ഡേയും ഒരു കല്യാണം പോലെ ഞങ്ങൾ അടിച്ചു പൊളിച്ചതാണ്. ഞാൻ പറഞ്ഞു ഇനി ഒരു അടിച്ചുപൊളി വേണ്ട, വളരെ മിനിമലായിട്ട് അത് നടത്തി അവസാനിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മേ ബി തോന്നിയിട്ടുള്ള അടിച്ചുപൊളിയുടെ ആവശ്യമില്ല, നമ്മൾ വീട്ടുകാർ മാത്രം അത് കൂടി അത് അവസാനിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടത്. അറിയത്തില്ല. അടുത്തത് ഹഫ്സാന, ചേച്ചി പാച്ചുവിനും തോമുനും എന്താ സെപ്പറേറ്റ് ആയി ഫുഡ് കുക്ക് ചെയ്യുന്നത്? സ്കൂൾ ഡേയ്സ് ഒന്നിച്ച് ചെയ്താൽ കുറച്ചുകൂടെ സിമ്പിൾ ആവില്ലേ? രണ്ടുപേർക്കും രണ്ട് ടേസ്റ്റാണ്. ചില ദിവസങ്ങളാണ് ഡിംപിള് കാര്യമായിട്ട് അവൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതും ഒക്കെ. പക്ഷെ പാച്ചുവിൻ്റെ ടേസ്റ്റ് അല്ല തോമുവിന് ടേസ്റ്റ് അല്ല പാച്ചുവിനും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമുള്ള സംഭവം. അത് സ്കൂളിൽ പോയിരിക്കുമ്പോൾ ഭയങ്കര ആസ്വദിച്ച് ഒരു സാധനം പോലും ബാക്കി വെക്കാതെ തിരിച്ചു വരുന്നത്. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അടുത്തത് SJ കിച്ചൺ, എനിക്ക് എല്ലാ വീഡിയോസിലും ഒരു സ്ഥിരം കമൻറ്റ് വരുന്ന ഒരാളാണ്. കോട്ടയത്തൊരു മീറ്റപ്പ് വെച്ചാൽ ഷുവറായിട്ടും ഞാൻ വന്ന് നേരിട്ട് കാണും. ഭാവിയിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം കേട്ടോ. കുറേ പേരായി പറയുന്നു. പ്രീഷ, ഹായ് ചേച്ചി, എനിക്ക് ചേച്ചിയുടെ സംസാരം ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും ചേച്ചി ഡിംപിളിനോട് പിണങ്ങിയിട്ടുണ്ടോ? പിണങ്ങിയിട്ടില്ല, കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ പിണങ്ങേണ്ട ആവശ്യം വരില്ലല്ലോ. നമുക്കിപ്പം കാര്യങ്ങൾ പറയാൻ പറ്റാണ്ട് അല്ലെങ്കിൽ അത് യാതൊരു തരത്തിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഫേസ് ചെയ്യാതെ നടക്കുക അല്ലെങ്കിൽ മിണ്ടാണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എന്തുണ്ടെങ്കിലും അത് പൊട്ടയായാലും നല്ലതായാലും മുഖത്ത് നോക്കി പറയും. അതുകൊണ്ട് പിണങ്ങി ഇരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. റോസ്മേരി ജോസ്, ക്യാൻ യു ടെൽ us about the happiest and the saddest day of your life? കുറേ ഉണ്ട്. ഹാപ്പി വളരെ കുറച്ചായിരിക്കും. സാഡസ്റ്റ് ഡേയ്സ് ഒരുപാടുണ്ട്. റിമെമ്പർ ചെയ്ത് പറയാൻ തൽക്കാലം എനിക്ക് എന്തോ അതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ്. സ്മിത, എനിക്ക് പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല. എനിക്ക് ഡിവൈനെ വളരെ ഇഷ്ടമാണ്. എനിക്കൊരു ഹായ് പറയും. അപ്പോൾ സ്മിതയ്ക്ക് എൻ്റെ ഒരു ബിഗ് ഹായ്. യൂസർ, ചേച്ചി ഹൗ ടു ഡു എഡിറ്റിംഗ് ഇൻ വ്ളോഗ്സ്? ഞാനിപ്പം ഏത് ആപ്പാണെന്നാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇൻഷോട്ടിലാണ് ചെയ്യുന്നത്. ആധികാരികമായിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ അതെനിക്ക് ടെക്നിക്കൽ സൈഡ്, ഇപ്പം ഞാൻ പറഞ്ഞു നിമ്മിയരും ഗോപനൊക്കെ ഭയങ്കര ടെക്നിക്കലി ചെയ്യുന്ന ആൾക്കാരാണ്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ആ ഒരു കലയിലേക്ക് എത്തിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഇൻഷോട്ടിൽ കുറേ വീഡിയോകൾ പെറുക്കിയിടുന്നു,
അതിനെ ഈ പറഞ്ഞ പോലെ വോയിസ് മ്യൂട്ടാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നു. അങ്ങനത്തെ ഉള്ളൂ. ബേസിക് സംഭവമാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. ശരിക്കും ആ ഒരു ഹൈ ലെവലിൽ എത്തിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം ആ ഒരു ഹൈ ലെവലിൽ എത്താനായിട്ട്. അടുത്തത് നസ്ലിയ അങ്ങനെ എന്തുവാണ്. ഇപ്പോഴത്തെ ലൈഫ് ബോറടിക്കാറുണ്ടോ? ലൈക്ക് ഡെയിലി റുട്ടീൻ നിന്നൊരു ട്രിപ്പ് പോകാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. ബോറടിക്കാറില്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. നമുക്കത് ബോറടിച്ചു എന്ന് പറഞ്ഞാൽ അതിലർത്ഥമില്ല. മടുക്കല്ല, ടയേർഡ് ആവാറുണ്ട്, ബോറടിക്കാറില്ല. സത്യം പറഞ്ഞ ഒരു 7:30 8:30 രാത്രി ആയാൽ പിന്നെ എന്നെ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ മതി. പക്ഷെ നമ്മുടെ വീഡിയോ എഡിറ്റിങ്, വോയിസ് ഓവർ കൊടുക്കില്ല, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും, ഞാനും മമ്മി ഡിമ്പിൾ, ആ ഒരു സമയമാവും. പറഞ്ഞിട്ട് കാര്യമില്ല. യൂസറാണ് കേട്ടോ. ചേച്ചി പാരൻസിൻ്റെ കൂടെ വീട്ടിൽ നിൽക്കുന്നത് മിസ് ചെയ്യാറില്ലേ? നിങ്ങൾ തന്നെ മാറി താമസിക്കാൻ പ്ലാൻ ഉണ്ടോ? മിസ് ചെയ്യാറുണ്ട്. പാരൻസിൻ്റെ കൂടെ ഫ്രീഡായിട്ട് നിൽക്കുന്ന നമ്മൾ ഒരുപാട് മിസ് ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും മിസ് ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ കസേരയിലിരിക്കും അല്ലെങ്കിൽ ബെഡിൽ കിടക്കും. എനിക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ എൻ്റെ സാധനങ്ങൾ എൻ്റെ കയ്യിലെത്തും. അങ്ങനെ ഒരു പാറ്റേൺ ഓഫ് ലൈഫിൽ ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. സോ എൻ്റെ ഡിഫറെൻ്റ് ആണ്. മാറി താമസിക്കുന്ന സത്യമായിട്ട് എനിക്ക് യാതൊരു വിധ താല്പര്യമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അതിനൊരു പ്രത്യേക ഒരു ഫീലുണ്ട്, എനിക്കിഷ്ടമാണ്. പിന്നെ ഭാവിയിൽ എന്നെങ്കിലും പിള്ളേരൊക്കെ വലുതാകുമ്പോൾ വന്നാൽ മാറും, അത്രേ ഉള്ളൂ. അല്ലാതെ പർട്ടിക്കുലർ എനിക്ക് മാറി താമസിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മാറി താമസിക്കില്ല. അടുത്തത് സിനി റേച്ചൽ. ഇപ്പോൾ കിട്ടുന്ന യൂട്യൂബ് പേയ്മെൻറ്റ് കൊണ്ട് മേടിക്കാവുന്ന ഒരു ലക്ഷറി ഐറ്റം. ഇപ്പം അടുത്തൊന്നും ഒരു ലക്ഷറി ഐറ്റം മേടിക്കാൻ പറ്റില്ല. കാരണം ഭയങ്കരമായിട്ട് റവന്യൂ വെട്ടിക്കുറയ്ക്കുകയും അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ സമയത്തുള്ളൊരു സംഭവമൊന്നും ഇല്ല. പിന്നെ പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് വാങ്ങിക്കാം എന്നേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം എൻ്റെ ഒരു യൂട്യൂബ് ഇൻകം കൊണ്ട് എനിക്ക് എന്തായാലും ഒരു ലക്ഷറി ഐറ്റം വാങ്ങിക്കാൻ ഉള്ള ബഡ്ജറ്റിൽ ഞാനില്ല. രണ്ടാമത്, ഗോൾഡൊക്കെ മേടിച്ചാൽ ഒരു അസറ്റ് ആണെന്ന് പറഞ്ഞു. തൃശ്ശൂർ വന്നപ്പോഴാണ് ആ ഹാബിറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞു. ഇവൻ എന്ത് ടൈപ്പ് ഗോൾഡ്, എത്ര വെയിറ്റിനൊക്കെയാണ് മേടിക്കുക? റാൻഡം ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചാൽ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുന്നതാണ്, ചിലർക്ക് അത് മനസ്സിലാവും. ഞാൻ ഏറ്റവും കൂടുതൽ ഗോൾഡ്, അതായത് എൻ്റെ റവന്യൂ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഇൻകം കൊണ്ടെടുത്ത് നമ്മൾ ആ വള എടുത്തില്ലേ, അത് ഒരു പവൻ്റെ വള ഞാൻ ഭയങ്കര കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പലപ്പോഴായിട്ട് ഈ പറയുന്ന പോലെ അരപ്പവൻ അത് അരപ്പവൻ 2 പ്രാവശ്യം എടുത്തെന്ന് തോന്നുന്നു. പിന്നെ എല്ലാം തോമുന് എനിക്കൊന്ന് 2.5 വയസ്സ് വരെ അരഞ്ഞാണം ഇട്ടിട്ടുണ്ട്. 2.5 അല്ല 2.25 വയസ്സ് വരെ അരഞ്ഞാണം ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വട്ടക്കണ്ണിയല്ല തൊരടെന്നാണ് ഇവിടെ പറയുക. തൊരട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ തൊരടെന്ന് പറഞ്ഞാൽ 2 ഗ്രാമാണ്. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഞാൻ ആ അരഞ്ഞാണത്തിന് തൊരടിട്ടുണ്ട്. കറക്റ്റ് നമുക്ക് നല്ല റവന്യൂ വരുന്ന സമയത്തായിരിക്കും അവനത് പാകമാകാതെ വരിക. അപ്പം ഞാൻ ഓരോ പ്രാവശ്യവും അത് വാങ്ങിക്കാം. അപ്പം 4 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ ഒരു പ്രാവശ്യം വെയിറ്റ് കൂടിയതാണ്, അതായത് കുറച്ചും കൂടെ എന്തോ ഉള്ള സംഭവമുള്ളതായിരുന്നു. അപ്പോൾ 1 പവൻ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1 പവനിലേക്ക് മുകളിൽ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അരപ്പവൻ, 2 ഗ്രാം, 3 ഗ്രാം അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അടുത്ത യൂസറാണ്, ഒന്നും പറയാനില്ല ഡിവാനെ, ഒത്തിരി ഇഷ്ടം. സ്റ്റേ ഹാപ്പി ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. അയാൻ, ചാക്കോച്ചിൻ്റെ അസുഖം മാറിയില്ല, അവൻ ഫാർ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്മിത ഹായ് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തായാലും ഒന്നുകൂടെ ഹായ് പറയണം, മിസ്സായി ഭയങ്കര സങ്കടമാവും. എൽസ, മെത്തേഡ്സ് യു അഡോപ്റ്റ് ടു ഫീഡ് തോമു ആൻഡ് ചാക്കോച്ചൻ വെൻ ദേ ഹെസിറ്റേറ്റ് ടു ഹാവ് ഫുഡ്. ഞാൻ ഫോഴ്സ് ചെയ്ത് 2 പേർക്കും ഫുഡ് കൊടുക്കാറില്ല. നീ കഴിച്ചേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. തോമുവിനെ സംബന്ധിച്ച് തോമു വിശന്നിരിക്കാറില്ല. അവന് വിശന്നാൽ അവൻ എന്നോട് വന്ന് പറയും, അമ്മ വിശക്കുന്നു, ഐ എം ഹംഗ്രി, ഐ നീഡ് ഫുഡ് എന്നൊക്കെ പറയും. അപ്പം ഞാൻ കൊടുക്കും. നമ്മൾ ഫോഴ്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവർക്ക് ദേഷ്യം വരിക. എന്ന് വെച്ച് പട്ടിണി കിട്ടണമെന്നല്ല ഞാൻ പറയുന്നത്. തോമുവിനെ സംബന്ധിച്ച് തോമു അത് കറക്റ്റ് ടൈമിന് കൃത്യത്തിൽ ചെയ്തോളും. ചാക്കോച്ചനും ഏകദേശം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ടി വരാറില്ല ഇതുവരെ. അടുത്ത് എൽസ തന്നെ ചോദിച്ചിട്ടുണ്ട്, ആസ് എ സിംഗിൾ ചൈൽഡ് ഡു യു ഫീൽ ബീങ് എ സിംഗിൾ ചൈൽഡ് ഈസ് ഓക്കെ ഓർ ഡു യു അഗ്രി ദാറ്റ് എവ്രി ചൈൽഡ് നീഡ് എ സിബ്ലിംഗ്? പ്ലീസ് ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഉറപ്പായിട്ടും എവ്രി ചൈൽഡ് നീഡ് എ സിബ്ലിംഗ്. ഞാനത് ആസ് എ സിംഗിൾ ചൈൽഡ് ഞാൻ പറയണേ, എവ്രി ചൈൽഡ് നീഡ് എ സിബ്ലിംഗ്, അത് മസ്റ്റാണ്. സഫൂർ റോക്സ്, ചാക്കോച്ചനും തോമുനും നല്ല കൂട്ടാണ്. അവർ അടിപൊളി കൂട്ടാണ്. ഞാൻ പ്രതീക്ഷനേക്കാളും കൂട്ടാണ് കേട്ടോ.
പാവം അമ്മ, ഇന്നത്തെ വീഡിയോ ഇമോഷണൽ ആയിട്ടോ, കരഞ്ഞുപോയി. ഓണത്തിൻ്റെ വെക്കേഷന് പോകുമ്പോൾ അമ്മയുടെ മൊത്തമുള്ള എന്തെങ്കിലും വീഡിയോ ചെയ്യണേ. ഉറപ്പായിട്ടും ചെയ്യും. ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട് വീഡിയോ ചെയ്ത് തകർക്കണമെന്നുള്ളത്. ബൈക്ക് ഓടിക്കാൻ അറിയോ, കാറോ? രണ്ടും ഓടിക്കാറില്ല. എനിക്കൊരു പാവപ്പെട്ട ഒരു സൈക്കിൾ ബാലൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഗായത്രി. ഹായ് ഡിവൈൻ, യു ആർ സച്ച് എ ജെം ഓഫ് എ പേഴ്സൺ. താങ്ക് യു. യു ആർ വെരി ഡൗൺ ടു എർത്ത് ആൻഡ് എ ഫാമിലി പേഴ്സൺ. You really inspire us with how to manage two beautiful kids and the whole family. My question to you is that how you always smile and be happy after so much of pressure, sense of looking after kids and household works. One suggestion I have is that move out from home and do more videos outside the house. That will be more beautiful. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ പുറത്ത് പോയി എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷേ സിറ്റുവേഷൻസ് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം കീപ് സപ്പോർട്ടിങ്. ഷംന, നിങ്ങൾ മൂന്നുപേരുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങിയോ? നോ. പിന്നെ ബബിൾസിൽ അല്ലേ തോമുനെ വിട്ടത്? അത് പ്ലേ സ്കൂളാണോ? അവർ ബേബി സിറ്റിംഗ് നടത്തുന്നതാണോ? ഒരു ഡേ കെയർ ആണ്, അത് ബേബി സിറ്റിംഗ് നടത്തുന്നതാണ്. എങ്ങനെയാണ് അവിടെ ഫീസ്? ഡീറ്റെയിൽഡ് ആയി ഒന്ന് പറയുമോ? പിന്നെ അടുത്ത അംഗൻവാടി ഉണ്ടായിട്ടും തോമുനെ എന്താണ് ബബിൾസിൽ വിട്ടത്? അംഗൻവാടി ശരിക്കും ഒരു കറക്റ്റ് ടൈമിങ്ങിലാണ്. 10 to 3 എന്നാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് കുറച്ചും കൂടെ ടൈമിങ് വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് ബബിൾസിൽ വിട്ടത്. പിന്നെ ഫീസ് ഏജ് ഡിപ്പെൻസ് ആണ്, അവിടെ ഏജ് വൈസാണ് വാങ്ങിക്കുക. അത് നമ്മൾ ഒരു സ്ഥാപനത്തിൽ അവരുടെ ഫീസ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. അപ്പം ഏജ് വൈസ് അവിടെ ഓരോരുത്തർക്ക് ഫീസ് കേട്ടോ. അടുത്തത് പാർവതി ചോദിച്ചിട്ടുണ്ട്, വേർ ഡു യു want to see yourself in next 10 years? ഒരു പിടുത്തമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. എന്നാലും എനിക്ക് യൂട്യൂബ് ഡെവലപ്പാക്കി ഒന്ന് സെറ്റിലാവണമെന്നുണ്ട്. അടുത്തത് ജോഷ്മി. കോട്ടയം ഒരു മീറ്റപ്പ് വെച്ചുകൂടെ? കാണാമല്ലോ. മമ്മി ലീലാമ്മ അമ്മ ഒരുപാട് ഇഷ്ടമാണ്. ഗോഡ് ബ്ലസ് യു ഡിയർ. നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. ഭാവിയിൽ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യണം. പൂജ്മ, ഡിവൈൻ്റെ പാരൻസ് അടിച്ചിട്ടുണ്ടോ? വഴക്ക് പറയോ? ഒറ്റമോളാണല്ലോ. അടിച്ചിട്ടുണ്ടോന്നോ? റീസെൻ്റ്ലി ഒരു അടി കിട്ടാറുണ്ട്. അച്ഛൻ അടിച്ചിട്ടില്ല കേട്ടോ, ഇന്നും ഒരു അച്ഛൻ അടിച്ചില്ല. പക്ഷെ അമ്മയുടെ നല്ല തകർത്തിക്ക് കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഡിവൈന് മീ ടൈം കിട്ടാറുണ്ടോ ഇപ്പോൾ? എപ്പോഴാണത്? എനിക്ക് മീ ടൈം കിട്ടാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. രാവിലെ സമയങ്ങളിൽ എനിക്ക് മീ ടൈമേ ഇല്ല. രാത്രി ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞ് എഡിറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ആവാൻ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്യും. ഫുള്ളി അപ്ലോഡ് ആവാൻ പറ്റില്ല. ഒരു 50% ആകുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. ആ 50% ആകുന്ന വരെയാണ് എന്തെങ്കിലും വീഡിയോസ് കാണുക. സത്യമാണ് ഇന്നലെയൊക്കെ എൻ്റെ ഒരു ചെവിട്ടിൽ ഹെഡ്സെറ്റ്, മറ്റേ ചെവിട്ടിൽ ഹെഡ്സെറ്റ് എവിടെയോ പോയി, ഫോൺ ഒരു വശത്ത്, അങ്ങനെയൊക്കെ ഉറങ്ങിപ്പോണ ചില ദിവസങ്ങളുണ്ട് കേട്ടോ. മീ ടൈം വളരെ കുറവാണ്. എന്നാലും എനിക്കിതൊക്കെ പറയുമ്പോൾ ചിരി വരും. ശില്പ, കോട്ടയത്തൊരു മീറ്റപ്പ് പോസിബിൾ ആണ്, നമുക്ക് ട്രൈ ചെയ്യണം. പിന്നെ ശ്രീലക്ഷ്മി, ഐ ഡോണ്ട് നോ യു വിൽ റീഡ് മൈ ക്വസ്റ്റ്യൻ. ഇഫ് യു ആർ റീഡ് മീൻസ് പ്ലീസ് ഗിവ് മി എ റിപ്ലൈ. ക്വസ്റ്റ്യൻ, ഡോൺ ഓൾവേസ് സൈലന്റ് മാൻ ആണോ? ഇഫ് നോ, വൈ ലുക്കിംഗ് സൈലന്റ് പേഴ്സൺ? ആൻഡ് ഡോൺ ഫാദർ, ഹൗ ഇസ് ഇറ്റ്? ഐ നോ ഹി വിൽ ഡൂയിങ് എവറിത്തിങ് ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് വൺ. Now Tomu going to school is teaching him at home or not, that pressure is there. ഡോൺ ചേട്ടൻ എക്സാക്ട്ലി ഒരു സൈലൻറ്റ് പേഴ്സൺ ആണ്. വീഡിയോയ്ക്ക് വേണ്ടി സൈലൻ്റ് ആയിട്ടിരിക്കുന്നതല്ല, ഇപ്പോൾ പർട്ടിക്കുലർ സൈലൻറ്റ് പേഴ്സൺ ആണ്. നമുക്ക് ദേഷ്യം വരും ചില സമയത്ത്. പിന്നെ എനിക്ക് തോമുനെ വീട്ടിലിരുത്തി പഠിപ്പിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. തോമു തന്നെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ ഡെയിലി അവർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പഠിച്ച സംഭവം വീഡിയോസ് വരുമ്പോൾ അത് ചോദിക്കും ഞാൻ അവനോട്. അത് അവനെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അതല്ലാതെ വേറെ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. സിമ്പിൾ മീ, ചേച്ചി ഇനി ജിമ്മിൽ പോകുന്നുണ്ടോ? ജിമ്മിൽ പോയാൽ തടിയെല്ലാം കുറഞ്ഞ് പഴയ പോലെ സുന്ദരിയാകാം. ഈ അടുത്തൊന്നും ഞാൻ പോവില്ല, നോക്കാം നമുക്ക്. ആൻ്റണി, എപ്പോഴാണ് തോമുവിൻ്റെ ചാക്കോച്ചൻ്റെയും മാമുദീസ? ചാക്കോച്ചൻ ഒരു വയസ്സാവാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ചിലപ്പോൾ അതിന് മുമ്പ് കാണും, ഒന്നും പറയാൻ പറ്റില്ല. രജിത, ഡിവൈനെ കാണാൻ ആഗ്രഹമുണ്ട്, എപ്പോൾ കാണാൻ പറ്റും? എപ്പോൾ വേണമെങ്കിലും കാണാം. കോട്ടയത്ത് അതൊന്നും പറയരുത്, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് അതൊന്നും പറയരുത് കേട്ടോ. അടുത്തത് ദേവൂസ് ഫാമിലി. ഡിവൈൻ്റെ ഒരു മാസത്തെ ചിലവ് എത്രയാണ്? ഫൺ ക്വസ്റ്റ്യനായി എടുത്താൽ മതി കേട്ടോ. നല്ലൊരു അടിപൊളി ഫൺ ക്വസ്റ്റ്യനാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫോണിൻ്റെ EMI ഉണ്ട്, LIC ഉണ്ട്. തോമുവിൻ്റെ പേരിൽ ഞാൻ ഒരു 2 വർഷം മുമ്പ് LIC ചേർന്നിട്ടുണ്ടായിരുന്നു, അതുണ്ട്.
അതായത് എനിക്ക് എല്ലാ മാസത്തെ 25-ാം തീയതി തൊട്ട് എനിക്ക് എൻ്റെ തുടങ്ങും. അതായത് EMI പേ ചെയ്യുക. അങ്ങനെ അടുത്ത മാസം നെക്സ്റ്റ് സെക്കൻഡ് വരെ ആ ഒരു 25 to 2 വരെ എനിക്ക് ഒരു നല്ല എക്സ്പെൻസ് ഉള്ള സമയമാണ്. 25th ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് പോകും. അങ്ങനെ ലാവിഷായിട്ടുള്ള ക്രെഡിറ്റ് കാർഡല്ല, എന്നാലും ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് 28-ാം തീയതി LIC പോകും. പിന്നെ 2-ാം തീയതി EMIകൾ, അതായത് ഫോണ്, അതിൻ്റെ സംഭവം എടുത്തത് അങ്ങനെയൊക്കെ പോകും. പിന്നെ ഓൾമോസ്റ്റ് നല്ല വലിയ തരക്കേടില്ലാത്ത റവന്യൂ ഉള്ള മാസമാണെങ്കിൽ ബേബി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ആയിരിക്കും അവർക്ക്, അതായത് അവരുടെ കാര്യങ്ങൾ നീഡ്സൊക്കെ ഞാനാണ് ചെയ്യുക. സോ അതിന് നല്ലൊരു എക്സ്പെൻസ് ആവാറുണ്ട്. പിന്നെ മാർക്കറ്റിൽ പോവുക അങ്ങനെയൊക്കെ. അപ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഞാനും ഡോൺ ചേട്ടനും ഷെയറിങ് ആണ്. ഡോൺ ചേട്ടൻ നോൺ വെജ് വാങ്ങിക്കും, ഞാൻ വെജിറ്റബിൾസ് വാങ്ങിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നല്ല എക്സ്പെൻസ് ഉണ്ട്. ഫോണിന് തന്നെ EMI ഒരു 3500 അടുത്ത് വരും. പിന്നെ ഒരു 10K എന്തായാലും എനിക്ക് EMI ആയിട്ടും ക്രെഡിറ്റ് കാർഡിനായിട്ടും എനിക്ക് നിർബന്ധമാണ്. പിന്നെ കുട്ടികളുടെ എക്സ്പെൻസ് അത് ഒട്ടും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അവർക്ക് ഒരു 20,000 രൂപയെങ്കിലും നമ്മൾ 20,000 പറയാൻ പാടില്ല, എന്നെ ഓടിച്ചു തല്ലും വലിയതാകുമ്പോൾ. ഒരു 15 രൂപയെങ്കിലും അവർക്ക് മാറ്റി വെക്കേണ്ടി വരും, ഫുഡും ഡയപ്പേഴ്സും അങ്ങനെയൊക്കെ. പിന്നെ ഡ്രസ്സ് വേറെ, അതും എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. കുർത്തീസ് എവിടെ നിന്നാണ് എടുക്കുന്നത് പറയുമ്പോൾ ഞാനങ്ങനെ സ്ഥിരം ഒരു സ്ഥലമല്ല, കൂടുതലും ഓൺലൈൻ ആയിരിക്കും കേട്ടോ. പിന്നെ കുറേ പേര് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആതിര, ജിബിൻ, അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വീഡിയോ പോലും മിസ്സാക്കാതെ, അത് മഹിമ, ഹായ്ഡ ഹൗ ആർ ഞാൻ സുഖമായിട്ടിരിക്കുന്നത്, ഒരു വീഡിയോ പോലും മിസ്സാക്കാതെ ഡെയിലി കാണാറുണ്ട് കേട്ടോ. അങ്ങനെ 2 പിള്ളേരെ വെച്ച് കഷ്ടമല്ലേ ചെയ്യാൻ, എന്നാലും ചെയ്യണം, കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അടുത്തത് ഡിവൈൻ യുവർ ഫസ്റ്റ് യൂട്യൂബ് സാലറി. അത് പിന്നെ പറയാൻ, ആദ്യം എൻ്റെ വരുന്ന വരുമാനം എന്ന് പറയുന്നത് 16,000 രൂപയാണ്. 2 മാസത്തെ പൈസ ഒരുമിച്ച് വന്നാണ് 16,000 രൂപ. 16,500 600 അങ്ങനെ കണ്ടാണ് വന്നത്. ഈ ചേച്ചി എപ്പോഴെങ്കിലും സിബ്ലിങ്സ് ഇല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട് കേട്ടോ. രശ്മി, ഡോൺ ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടറും ഒട്ടും ഇഷ്ടമില്ലാത്ത ക്യാരക്ടറും. ഇഷ്ടമുള്ള ക്യാരക്ടർ, പിള്ളേരെ നല്ലപോലെ കെയർ ചെയ്യും, എസ്പെഷ്യലി തോമിനെ നല്ലപോലെ കെയർ ചെയ്യും. എന്ന് വെച്ചാൽ ചാക്കോച്ചനെ നോക്കത്തില്ലെന്നല്ല, 2 പേരെയും നോക്കും. പിള്ളേരെ നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒട്ടും ഇഷ്ടമല്ലാത്ത ക്യാരക്ടർ, ഒട്ടും ഓപ്പണപ്പല്ല, മിണ്ടില്ല, അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം. നമ്മളിങ്ങനെ മാന്തി ഇരിക്കണം, അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. തോമിൻ്റെ മുടി എന്തിട്ടാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. തോമിൻ്റെ മുടിയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ പോലെ തന്നെയാണ്. എണ്ണ അവന് അധികം വെക്കാൻ പറ്റില്ല, എണ്ണ വെച്ചാൽ പിന്നെ പിറ്റേ ദിവസം തുമ്മലും ചീറ്റില്ല. അപ്പോൾ എല്ലാ ദിവസവും വെക്കാറില്ല, വീക്ക്ലി വൺസ് അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. സുരേഷ് 12 ബാബു, ഡിംപിൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്? എനി ഫാമിലി പ്രോബ്ലം? ഈ പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് നിന്നാൽ ഒരിക്കലും അത് ഫാമിലി പ്രോബ്ലം ആയിരിക്കില്ല. എനിക്കറിയില്ല എന്താ നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നുന്നത്. ദൈവം സഹായിച്ചാൽ അവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൻസൺ ചേട്ടൻ അവിടെ ആയതിൻ്റെ പേരിൽ ഡിംപിൾ ഇവിടെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എല്ലാം ഈ മീറ്റപ്പും ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരണ്യ, ഡിംപിൾ ഇവിടെ സ്ഥിരതാമസമാക്കിയോ? ഡിംപിൾ സ്ഥിരതാമസം ആക്കിയാലും ആർക്കും പ്രശ്നമില്ല. ഡിംപിളിൻ്റെ വീടാണ്, അത് മമ്മി പറയുന്ന പോലെ അവരുടെ 4 പേരുടെ വീടാണ്. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരിക പോവുക. അനുവിൻ്റെ വീട്ടിലല്ലാതെ എവിടെ എത്ര ഫ്രീഡത്തോടെ പോയിരിക്കുക? ഇതൊക്കെ ശരിക്കും അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബേബി ഗേൾ പ്ലാനിങ് ഉണ്ടോ? ഉടനെ ഇല്ല, ഭാവി പറയാൻ പറ്റില്ല. ആശ, ചേച്ചി പാലപ്പം റെസിപ്പി സൂപ്പറായിരുന്നു, വേറെ സിഗ്നേച്ചർ റെസിപ്പി വല്ലതും ഉണ്ടോ? സാമ്പാർ, അങ്ങനത്തെ ബീഫ് വരട്ടിയത് എൻ്റെ നല്ലതാണ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കേട്ടോ. കാവ്യ ക്രിയേഷൻസ്, തോമു LKG ആണോ പഠിക്കുന്നത്? അല്ല, തോമു പ്രീ KGയിലാണ് പഠിക്കുന്നത് കേട്ടോ. സ്നേഹ, ഹൗ ഡു യു മാനേജ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഇൻ എ ജോയിൻറ്റ് ഫാമിലി? ജനറൽ റിപ്ലൈ മതി. എല്ലാം ഷെയറിങ് തന്നെയാണ്, അല്ലാതെ ഇന്ന ആൾ തന്നെ ഇന്ന എക്സ്പെൻസ് എടുക്കണം അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനെയൊക്കെ. അപ്പോൾ ഓരോരുത്തരും അവരുടെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അല്ലാതെ ഇന്നത് അല്ലെങ്കിൽ ഇന്നത് അത് അങ്ങനെയല്ല. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ പറ്റുന്നവർ 4 പേരല്ല, നമ്മൾ 5 പേരും ഷെയർ ചെയ്ത് ചെയ്യാറുണ്ട്. കൂടുതലും ഞങ്ങൾ 4 പേരാണ് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. ഡിംപിളിൻ്റെ കാര്യങ്ങൾ ഡിംപിൾ തന്നെ നോക്കിക്കോളും. പക്ഷെ
ഒരു ജോയിൻറ്റ് ഫാമിലിയുടെ ഇത് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് തന്നെയാണ് ചെയ്യുക. പിന്നെന്താണ്, കുറേ പേര് നെഗറ്റീവ് കമൻറ്റ്സ് വന്ന കാര്യമായിട്ട് എടുക്കേണ്ട, ആ ഒരു സെൻസിലെടുത്ത് വിടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ Q&A എന്ന് പറയുന്നത്. ഭയങ്കര സ്പീഡപ്പായി എന്ന് തോന്നുന്നു. എന്നാലും എൻ്റെ ഒരു സമയപരിധി ഈ പറഞ്ഞ പോലെ 2-3 പ്രാവശ്യം ഇപ്പം നമ്മൾ ചാക്കോച്ചനെ നോക്കാൻ പോയപ്പോഴും ഒക്കെ ഒരു ഇത് വന്നു. അപ്പോൾ മീറ്റപ്പാണ് മെയിൻ ഒരു സംഭവം. അപ്പോൾ മീറ്റപ്പ് നമുക്ക് കോട്ടയത്ത് എന്തെങ്കിലും പോസിബിൾ ആയിട്ട് വരുമ്പോൾ നമുക്കത് ചെയ്യാം. ഇത്രയും ആഗ്രഹമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് മൈൻഡ് ചെയ്യണ്ട, അവരെയൊക്കെ അതിൻ്റെ വഴിക്ക് വിടാൻ കുറേ പേര് പറഞ്ഞു. അപ്പം അത് ആ രീതിക്ക് പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് വരാറില്ല. ഫീൽ ആവണ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീട്ടിലുള്ളവരെയൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഹേർട്ട് ആവാറുള്ളൂ. പിന്നെന്താണ്, കല്യാണത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കോമൺലി വന്നിട്ടുള്ളൂ. ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ്സായി പോയാൽ എക്സ്ട്രീംലി സോറി. നമുക്ക് ഭാവിയിൽ അത് ഇത് വെക്കാം. ഞാൻ പറഞ്ഞല്ലോ കണ്ടൻറ്റ് ക്ഷാമം തന്നെയല്ല, കുറച്ച് പേര് ചോദിച്ചു Q&A ഒക്കെ ഞങ്ങൾ നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ ഓർത്ത് അങ്ങനെ ചെയ്ത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു Q&A ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് പുതിയൊരു വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.